തോൽവികളിൽ നിരാശപ്പെട്ട് പിന്മാറുന്നവരോട്, ഇനി എന്ത് എന്ന ചോദ്യത്തിന് മുന്നിൽ പകച്ചു നിൽക്കുന്നവരോട് സഞ്ജു സാംസൺ പറയുന്നു, തളരരുത്, കാത്തിരിക്കുക. കാരണം ദൈവത്തിൻ്റെ പദ്ധതികൾ മറ്റൊന്നാണ്. 2026 2020 ലോകകപ്പ് ഫൈനലിന് ശേഷം മാൻ ഓഫ് ദി ടൂർണമെൻറ്റ് കപ്പ് കൈകളിൽ വെച്ച് സഞ്ജു നടത്തിയ പ്രതികരണം ഒരു ക്രിക്കറ്റ് താരത്തിൻ്റെ വാക്കുകൾ മാത്രമല്ല, മറിച്ച് ഇരുളടഞ്ഞ പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്ന ഓരോ മനുഷ്യനുമുള്ള വലിയൊരു പ്രചോദനമാണ്. Dreams have shattered. Okay, what else can I do? But God had different plans. പ്രതിഭയുണ്ടായിട്ടും നിരന്തരം തഴയപ്പെട്ടപ്പോൾ തളരാതെ സ്വപ്നങ്ങളിലേക്ക് നടന്നു കയറിയ സഞ്ജുവിൻ്റെ നിശ്ചയദാർഢ്യത്തിൻ്റെ കഥയാണത്. 2024 ലോകകപ്പ് ടീമിൽ ഇടം നേടിയെങ്കിലും ഒരു കളി പോലും കളിക്കാനാവാതെ പോയ നിമിഷം, ന്യൂസിലാൻഡ് പരമ്പരയ്ക്ക് ശേഷമുള്ള കടുത്ത നിരാശ. സഞ്ജുവിൻ്റെ തന്നെ വാക്കുകളിൽ പറഞ്ഞാൽ പൂർണ്ണമായും തകർന്നുപോയ സ്വപ്നങ്ങളെല്ലാം ഇല്ലാതായി എന്ന് തോന്നിയ നാളുകൾ. അവസരങ്ങൾ അർഹിച്ചിട്ടും അവഗണനകൾ മാത്രം നേരിടേണ്ടി വന്നപ്പോൾ ഏതൊരു സാധാരണക്കാരനെ പോലെയും സഞ്ജുവും ഒന്ന് പതറി. ഇനി എന്ത് ചെയ്യാൻ കഴിയും എന്ന ചോദ്യം അദ്ദേഹത്തെ അലട്ടി. എന്നാൽ അവിടെയൊന്നും കളി അവസാനിപ്പിക്കാൻ ഈ പോരാളി ഒരുക്കമായിരുന്നില്ല. ദൈവത്തിൽ അചഞ്ചലമായി വിശ്വസിക്കുക, ഒപ്പം സ്വയം വിശ്വസിക്കുക, പിന്നെ കഠിനാധ്വാനം തുടരുക. അതാണ് സഞ്ജു ചെയ്തത്. ഈ ഒരു മനോഭാവം ഇരുളടഞ്ഞ ദിവസങ്ങളിൽ വലിയ സ്വപ്നങ്ങൾ കാണാനുള്ള ധൈര്യം അദ്ദേഹം കാണിച്ചു. ഓസ്ട്രേലിയയിൽ പുറത്തിരിക്കേണ്ടി വന്നപ്പോൾ നിരാശനായി ഇരിക്കുകയല്ല, മറിച്ച് താൻ എങ്ങനെ ഇനി മുന്നോട്ട് പോകുമെന്നറിയാൻ സാക്ഷാൽ സച്ചിൻ ടെണ്ടുൽക്കറെ വിളിച്ച് ഉപദേശം തേടുകയാണ് സഞ്ജു ചെയ്തത്. ആ വ്യക്തതയും തയ്യാറെടുപ്പുകളുമാണ് ലോകകപ്പ് ഫൈനലിലെ താരമായി അദ്ദേഹത്തെ മാറ്റിയത്. എല്ലാവരാലും തഴയപ്പെട്ട, പരിഹാസങ്ങളും അവഗണനകളും നേരിട്ട് തകർന്നുപോയ സഞ്ജുവിന് വേണ്ടി ദൈവം കരുതി വെച്ചത് ഏറ്റവും മനോഹരമായ ഒന്നായിരുന്നു. ഏതെങ്കിലും ഒരു ടൂർണമെൻറ്റിൽ തുടർച്ചയായി 3 അർദ്ധ സെഞ്ചുറികൾ നേടി ഇന്ത്യയെ ജയിപ്പിക്കുക എന്നതായിരുന്നില്ല അത്. പകരം 120 കോടി ജനങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി ലോകകപ്പിലെ തോറ്റാൽ പുറത്ത് എന്ന 3 കളികളിൽ സെഞ്ചുറിയേക്കാൾ വിലയുള്ള 3 അർദ്ധ സെഞ്ചുറികൾ നേടി ഇന്ത്യൻ ടീമിനെ സ്വന്തം ചുമലിലേറ്റി വേൾഡ് കപ്പ് നേടിക്കൊടുക്കുക എന്നതായിരുന്നു അത്. അതെ, ഇത്ര മനോഹരമായ പദ്ധതി ദൈവം സഞ്ജുവിനായി ഒരുക്കി. മാൻ ഓഫ് ദ ടൂർണമെൻറ്റ് ട്രോഫി കയ്യിൽ പിടിച്ച് അദ്ദേഹം അത് ലോകത്തോട് വിളിച്ചു പറഞ്ഞു. ദൈവത്തിൻ്റെ പദ്ധതികൾ മറ്റൊന്നായിരുന്നു. സഞ്ജു അനുഭവിച്ച വേദനകൾക്കും ഒടുവിൽ നേടിയ മഹാവിജയത്തിനും ഇടയിലുള്ള വലിയൊരു യാത്രയുണ്ട്. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന തോൽവികളും അവഗണനകളും ഒന്നിൻ്റെയും അവസാനമല്ല എന്ന് സഞ്ജുവിൻ്റെ ഈ വിജയയാത്ര നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഒപ്പം വരാനിരിക്കുന്ന വലിയ വിജയങ്ങൾക്കായുള്ള തയ്യാറെടുപ്പുകൾ മാത്രമാണത്. വലിയ സ്വപ്നങ്ങൾ കാണാൻ കാണിച്ച ധൈര്യത്തിനുള്ള പ്രതിഫലമാണ് ഈ ലോക കിരീടം. സഞ്ജുവിന് മുന്നിൽ അടഞ്ഞ വാതിലുകൾ പിന്നീട് തുറന്നത് ചരിത്രത്തിലേക്കാണ്. അതുകൊണ്ട് മോശം സമയങ്ങളിലൂടെ കടന്നു പോകുന്ന ഓരോരുത്തർക്കും സഞ്ജു സാംസൺ എന്ന ഈ ലോക ചാമ്പ്യൻ ഒരുപാട് സന്ദേശങ്ങൾ നൽകുന്നു. ദൈവത്തിൽ ആശ്രയിക്കുക, പ്രാർത്ഥിക്കുക, കഠിനമായി പ്രയത്നിക്കുക. തൻ്റെ തിരിച്ചുവരവിൽ ഗ്രൗണ്ടിൽ മുട്ടുകുത്തി കുരിശു വരച്ചതിലൂടെ ദൈവത്തിലുള്ള ആശ്രയം സഞ്ജു വ്യക്തമാക്കുന്നു. ഒപ്പം പരാജയങ്ങളിൽ തളർന്നു പോകാതെ ഇരിക്കുക, വിജയങ്ങളിൽ അഹങ്കരിക്കാതെ ഇരിക്കുക. സെമി ഫൈനലിൽ തനിക്ക് കിട്ടിയ പ്ലെയർ ഓഫ് മാച്ച് ട്രോഫി തനിക്കല്ല, അത് മറ്റൊരാൾക്ക് അർഹതപ്പെട്ടതാണെന്ന് വിളിച്ചു പറയാൻ അദ്ദേഹം കാണിച്ച ആ നിസ്വാർത്ഥത. കൂടാതെ വിനയത്തോടെ ജീവിതത്തിൽ പെരുമാറിയാൽ നിങ്ങൾ ലോകം കീഴടക്കും എന്നത് സഞ്ജുവിൻ്റെ വിജയശേഷമുള്ള പ്രതികരണങ്ങൾ നമുക്ക് കാണിച്ചു തരും. എല്ലാ വിജയത്തിലും അദ്ദേഹത്തിന് അമിതാഹ്ലാദമില്ല. വിജയത്തിലും തോൽവിയിലും പക്വതയോടെയുള്ള പെരുമാറ്റം. സഞ്ജുവിൻ്റെ ഈ വിജയത്തിൽ ഒന്നേ പറയാനുള്ളൂ: നിങ്ങളുടെ സ്വപ്നം കാണാനുള്ള ധൈര്യം കൈവിടാതിരിക്കുക, അതിനായുള്ള പ്രയത്നം തുടരുക, ദൈവത്തിൻ്റെ പദ്ധതി ഫലമണയാൻ കാത്തിരിക്കുക. തീർച്ചയായും വലിയ പ്രതിഫലം നിങ്ങളെ തേടിയെത്തും. നന്ദി.